ടൗണിലെ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി സ്റ്റേഡിയം പരിസരത്തെ മരച്ചുവടാണ് സൗഹൃദ സംഘത്തിന്റെ സംഗമ കേന്ദ്രം. കോളേജ് പഠനകാലത്ത് ആരംഭിച്ച കൂട്ടായ്മയാണ് 30 വർഷത്തിന് ശേഷവും ഇവർ നിലനിർത്തിപ്പോരുന്നത്. വൈകിട്ട് 5 മണിയോടെ ആരംഭിക്കുന്ന കൂട്ടായ്മയ്ക്ക് മഞ്ഞോ മഴയോ വെയിലോ ഒന്നും തടസ്സമാകാറില്ല. രാഷ്ട്രീയവും ജാതിയും മതവും ഒന്നും ഇവർക്ക് അതിർവരമ്പുകൾ തീർക്കാറുമില്ല. ആനുകാലിക സംഭവങ്ങളെപ്പറ്റിയാണ് മിക്ക ദിവസങ്ങളിലും ചർച്ച ചെയ്യാറുള്ളതെന്ന് മുൻ കൂത്തുപറമ്പ് നഗരസഭാ ചെയർമാനും സംഘാംഗവുമായ NK ശ്രീനിവാസൻ പറഞ്ഞു. എങ്ങനെയാണ് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായത്? എനിക്ക് എൻ്റെ ഒരു ഏറെക്കുറെ തോന്നൽ, ഞങ്ങളൊക്കെ ആ കാലത്ത് തുടങ്ങുന്ന കാലത്തുള്ള ആളുകളൊക്കെ നിർമ്മലി കോളേജിലെ പ്രീ ഡിഗ്രി സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് മുതലേയുള്ള ബന്ധു പുതുർബ് ഹൈസ്കൂളിൽ നിന്ന് ഒന്നിച്ച് പഠിച്ച് അതിനുശേഷം പിന്നെ അവിടെ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. ആ ബന്ധമാണ് പിന്നീട് വൈകുന്നേരങ്ങളിൽ ഈ മൈതാനിൽ വന്നിരിക്കുന്ന ശീലമായിട്ട്. കൂട്ടായ്മയിലെ 1-2 പേരൊഴികെ മറ്റെല്ലാവരും സർവീസിൽ നിന്നും വിരമിച്ചവരാണ്. മിക്കവരും പൊതുപ്രവർത്തകരും. അംഗങ്ങളുടെ കുടുംബകാര്യങ്ങളിലും കൂട്ടായ്മ സജീവമാണ്. പുതുതലമുറ സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുമ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് വയോജനങ്ങൾ കൂട്ടായ്മയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നത്. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരിക എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും വലിയ സന്തോഷമാണ്. വന്ന് കൂടിച്ചേരുക, അതുപോലെ തന്നെ എല്ലാ ആളുകളും തമ്മിൽ വളരെ സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറയുക. വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരുണ്ടാകും, വ്യത്യസ്തമായ ചിന്താധികാരുണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്നതൊക്കെ നല്ല രീതിയിൽ തന്നെ ഉൾക്കൊള്ളാനും വളരെ സ്നേഹത്തോടു കൂടി ഇവിടുന്ന് അങ്ങനെ വിട്ടുപിരിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നല്ല കൂട്ടായ്മ ഉണ്ടാകുന്നത് വയോജനങ്ങളുടെ കൂട്ടായ്മയായിട്ട് കാണുന്നുണ്ട്. എന്ത് തിരക്കുകളുണ്ടായാലും മിക്ക ദിവസങ്ങളിലും കൂട്ടായ്മയിൽ എത്തിച്ചേരാറുണ്ടെന്നാണ് സംഘാംഗങ്ങൾ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.